പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശേൽപുര സഹോദരങ്ങളെ, നോമ്പിൻ്റെ 19-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് നമ്മളെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് നോമ്പ് നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ വരവിന് വേണ്ടി ഹൃദയത്തെ നല്ലൊരു പുൽക്കൂടായി മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ കർത്താവ് നമ്മളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, മക്കളെ, നിങ്ങളെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതി എനിക്കുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമ്യാ 29:11 വചനം. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എന്തുകൊണ്ടാണ് പിന്നെ ഇത് നമുക്കങ്ങ് പൂർണ്ണതയിൽ എത്താത്തത്, കിട്ടാത്തത്? നമ്മുടെ അകൃത്യങ്ങളാണ്, കൃത്യതയില്ലാത്ത കാര്യങ്ങൾ. അത് യേശയ്യാ 59:1-2 വചനത്തിൽ പറയുന്നുണ്ട്. രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന എൻ്റെ അകൃത്യങ്ങളാണ്. അപ്പോൾ കൃത്യതയില്ലാത്ത കാര്യങ്ങൾ നമുക്കെല്ലാം ഒരു ഓർഡറിലാക്കാം. ഒരു ഓർഡറിൽ പോട്ടെ കാര്യങ്ങൾ. ഡിസോർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ണീശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ, എൻ്റെ ഉണ്ണീശോയെ എല്ലാം കൃത്യതയിൽ ചെയ്യാനായിട്ടുള്ളൊരു അഭിഷേക ശക്തി ഞങ്ങൾക്ക്, കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗാവാസവും നമ്മുടെ ഓരോ വിഷയങ്ങളുടെ അത്ഭുത വിടുതലിനോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.